ബിഗ് ബോസ് മലയാളം സീസൺ 7 വൻ പരാജയത്തിന് ശേഷം അല്ലെങ്കിൽ ഒരു തോൽവിയായിട്ടുള്ള സീസണിന് ശേഷം 2 മാസങ്ങൾക്ക് ശേഷമാണ് നമ്മളൊരു വീഡിയോ ഇടുന്നത്. കാരണം ആ ഒരു സീസൺ കഴിഞ്ഞതിന് ശേഷം പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇടാൻ തോന്നിയിരുന്നില്ല. ഞാൻ ലാസ്റ്റ് വീഡിയോ ഇടുന്നത് ആ ഫിനാലയുടെ അന്ന് പ്രേക്ഷകർ തോറ്റു, PR വിജയിച്ചു എന്നുള്ള ഒരു ടൈറ്റിലോട് കൂടി ഒരു അവസാന പോസ്റ്റ് അല്ലെങ്കിൽ ഒരു വീഡിയോ ഇട്ടതാണ്. അതിനുശേഷം പിന്നെ പ്രത്യേകിച്ച് അതുമായി ബന്ധപ്പെട്ട് ഒന്നും തന്നെ പറയാനില്ല. ആ ഒരു സീസൺ തന്നെ നമുക്കറിയാം വൻ പരാജയമായിരുന്നു. അതോടൊപ്പം അതിൻ്റെ ഒരു വിന്നർ കൂടി വൻ പരാജയമായതുകൊണ്ട് പ്രത്യേകിച്ച് അതിനെപ്പറ്റി നമുക്ക് പ്രത്യേകിച്ച് ഡിസ്കഷനിൽ വരുത്താൻ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഒരു മികച്ചൊരു വിന്നർ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ആ സീസണോ അല്ലെന്നുണ്ടെങ്കിൽ കണ്ടസ്റ്റൻസിൻ്റെ സെലക്ഷനിലൊക്കെ വീഴ്ചകൾ പറ്റിയെങ്കിൽ പോലും ഒരു വിന്നറെങ്കിലും ഒരു മികച്ച രീതിയിൽ അല്ലെങ്കിൽ അർഹതപ്പെട്ട ഒരാളായിരുന്നെങ്കിൽ നമുക്കൊരു ഹാപ്പിനെസ് ഉണ്ടായേനെ. എനിവേസ് പാസ്റ്റ് ഈസ് പാസ്റ്റ്. കഴിഞ്ഞു സീസണൊക്കെ, അതിൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി എല്ലാ തവണത്തെയും പോലെ തന്നെ പുതിയൊരു സീസണ് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പാണ്. ഇപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വരാനുള്ള കാരണവും നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ 8ൻ്റെ വരവ് ഉടൻ തന്നെ ഉണ്ടെന്നൊക്കെ കേൾക്കുന്നുണ്ട്. ചില കിംവദന്തികളൊക്കെ പുറത്തുനിന്ന് വരുന്നുണ്ട്. സീസൺ 8 നേരത്തെ എത്തുമെന്നും മാർച്ചിലെത്താനുള്ള സാധ്യതകളെ പറ്റിയൊക്കെ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഡിസംബർ മുതൽ കേൾക്കുന്നുണ്ടെങ്കിൽ പോലും കുറച്ചുകൂടി ഒന്ന് കൺഫർമേഷൻ കിട്ടിയിട്ടാകട്ടെ എന്ന് വിചാരിച്ചു. എനിവേസ് ഇതുവരെയും നമുക്കതുമായി ബന്ധപ്പെട്ട കൺഫേംഡ് ആയിട്ടുള്ള ഒരു ന്യൂസ് ഒന്നും വന്നിട്ടില്ല. ചില റൂമറുകളൊക്കെ വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ബട്ട് അത് നേരത്തെ നടത്താനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. കഴിഞ്ഞ ഒരു സീസണിൽ നമുക്കൊരു പുതിയൊരു ബിഗ് ബോസ് ഹൗസ് ഒക്കെ കിട്ടിയിരുന്നു. അതിന്റെ ഒരു പ്രശ്നത്താലാണ് ഇതുവരെയുള്ള സീസണുകളിൽ മറ്റു പല ലാംഗ്വേജിലെയും ബിഗ് ബോസ് ഹൗസിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടിയിരുന്നു. ഈ ഒരു സീസണിലേക്ക് അതുകൊണ്ട് തന്നെ നമുക്ക് പുതിയൊരു ഹൗസ് ഉണ്ട്. മറ്റു പല ലാംഗ്വേജുമായിട്ട് ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. പൊതുവെ നമ്മുടെ കഴിഞ്ഞ സീസണുകളിലൊക്കെ ചെന്നൈയിൽ വെച്ചിട്ടാണ് തമിഴ് ബിഗ് ബോസിന്റെ സെറ്റിലായിരുന്നു. ഇപ്പം നമുക്ക് സ്വന്തമായിട്ടുള്ളത് കൊണ്ട് നമുക്ക് നമ്മളുടേതായിട്ടുള്ള കംഫോർട്ട് പോലെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ കഴിഞ്ഞ സമയം ജിയോ ഹോട്ട്സ്റ്റാറിന്റെ മെർജിങ് ഹൗസിന്റെ ഇഷ്യൂസ് ഒക്കെ കാരണം കുറച്ച് ഡിലേ വന്നു. അതുകൊണ്ട് ഈ ഒരു സമയത്ത് നമ്മുടെ സാധാരണ സമയമായിട്ടുള്ള മാർച്ച്, ഏപ്രിൽ, മെയ് സമയങ്ങളിലേക്ക് നടത്താനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ലാലേട്ടന്റെ സമയവും ഡേറ്റ് അവൈലബിലിറ്റി ഒക്കെ നോക്കിയിട്ട് മാക്സിമം നേരത്തെ ആക്കാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു തവണ മാക്സിമം നേരത്തെ ആക്കിയാൽ മാത്രമേ അവർക്ക് അടുത്ത ബിഗ് ബോസ് സീസൺ ഒരു കറക്റ്റ് സമയത്തേക്ക് ഇവർക്ക് കോർഡിനേറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. എപ്പോഴും നമുക്ക് ഈ ഒരു മാർച്ച്, ഏപ്രിൽ, മെയ് ആ ഒരു സമയങ്ങളിൽ ബിഗ് ബോസ് നടത്തുന്നത് തന്നെയാണ് നല്ലത്. ആ ഒരു സമയത്ത് വെക്കേഷൻ ടൈമാണ്. മാക്സിമം ഓഡിയൻസ് ഫുൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. ലൈവിലൊക്കെ ധാരാളം ഓഡിയൻസ് ഉണ്ടാകും. അത് കഴിഞ്ഞതിന് ശേഷം സ്കൂളൊക്കെ തുടങ്ങും അല്ലെങ്കിൽ വെക്കേഷൻ ടൈമൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ലൈവിലൊന്നും കാണണമെന്നില്ല. സോ ബിഗ് ബോസിന്റെ ടീമും ഈ പറയുന്നത് പോലെ മാർച്ച്, ഏപ്രിൽ, മെയ് ആ ഒരു സമയത്തേക്ക് നമ്മുടെ ഈ ഒരു സീസൺ 8 കണ്ടക്ട് ചെയ്യാനായിരിക്കും സാധ്യതകൾ കാണുന്നതും. അവർ അതിനു വേണ്ടിയിട്ടായിരിക്കും ട്രൈ ചെയ്യാൻ പോകുന്നതും. അതുപോലെ തന്നെ നമ്മുടെ ബിഗ് ബോസ് തമിഴ് സീസണുമായിട്ട് ക്ലാഷ് ആവാനുള്ള സാധ്യതകളുമുണ്ട്. ഈ ഒരു ആഗസ്റ്റിലേക്കൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ, കഴിഞ്ഞ സീസൺ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അവസാന സമയമായപ്പോഴത്തേനും നമ്മുടെ കുറച്ച് ലൈവൊക്കെ കട്ടായിരുന്നു. ലാസ്റ്റ് ഡേയിലെ ലൈവ് ഒന്നും വരുന്നില്ല, കാരണം തമിഴിൻ്റെ ഷൂട്ടും കാര്യങ്ങളും ഉണ്ട്. സോ അങ്ങനെ കുറച്ച് ലൈവ് മിസ്സാകും. അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ മഴ, ആഗസ്റ്റ് സമയങ്ങളിലൊക്കെ നല്ല മഴയാണ്. നമ്മളുടെ പല ടാസ്കുകളും, ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കുകളും, അതിനിടയിൽ നടന്ന പല ടാസ്കുകളും ഈ ഒരു മഴ കാരണം ആക്ടിവിറ്റി റൂമിൽ വെച്ച് നടത്തേണ്ടി വന്നു. പല ടാസ്കുകളും കുളമാകുകയും ചെയ്യും. ഒക്ടോബർ ഫസ്റ്റ് വീക്ക് തുടങ്ങി തമിഴ് ബിഗ് ബോസിന്റെ സീസൺ ആയതുകൊണ്ട് തന്നെ നമുക്കതിന് മുന്നേ തുടങ്ങേണ്ടതുണ്ട്. അപ്പം ആഗസ്റ്റ് സമയങ്ങളിൽ ഒരിക്കലും നമ്മുടെ മലയാളം ബിഗ് ബോസിന് നല്ലൊരു സമയമല്ല, നല്ല മഴ പെയ്യുന്ന സമയമാണ്. സോ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള സമയം മാർച്ച്, ഏപ്രിൽ, മെയ് ഈ ഒരു സമയങ്ങളിൽ ബിഗ് ബോസ് നടത്തുക എന്നതാണ്. അപ്പം കഴിഞ്ഞൊരു ബിഗ് ബോസ് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അടുത്ത ബിഗ് ബോസ് നടത്തുക എന്ന് പറയുന്നതും ഒരു പ്രശ്നമാണ്. അതുപോലെ തന്നെ സ്റ്റാർ സിംഗർ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാർച്ചിലാണ് അത് അവസാനിക്കത്തുള്ളൂ. സോ അത് കഴിഞ്ഞതിന് ശേഷമേ എന്താണെങ്കിലും ബിഗ് ബോസ് സീസൺ 8 തുടങ്ങാനുള്ള സാധ്യതകൾ കാണുന്നുള്ളൂ. അതിന് മുൻപൊന്നും ഉണ്ടാകത്തില്ല. റൂമറുകളായി തന്നെ നിൽക്കട്ടെ. എനിവേസ് ഒരു മാർച്ച് കഴിഞ്ഞ് ഏപ്രിൽ അവസാനം, മെയ് ആ ഒരു സമയത്തെങ്കിലും ഈ വരുന്ന സീസൺ തുടങ്ങിയാൽ മാത്രമേ നമുക്ക് അടുത്ത സീസൺ 9 എങ്കിലും നമുക്ക് മാർച്ച് മിഡോടുകൂടി അല്ലെന്നുണ്ടെങ്കിൽ മാർച്ച് അവസാന ആഴ്ചകളോടുകൂടി നമുക്ക് തുടങ്ങാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് അത്യാവശ്യം ഉണ്ടാകും. അപ്പോൾ ഈ ഒരു സീസണെ ഇവർ ഒന്ന് കൺസിഡർ ചെയ്ത് കുറച്ച് നേരത്തെ ആക്കിയാലും കുഴപ്പമൊന്നുമില്ല. മാർച്ച് അവസാനം നടക്കാൻ സാധ്യതയില്ലെങ്കിൽ പോലും, ഇനി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മാർച്ച്, ഏപ്രിൽ ആ ഒരു സമയത്തേക്ക്, ഏപ്രിൽ അവസാനം മെയ് ആ ഒരു സമയത്തേക്ക് ഈ ഒരു സീസൺ കയറ്റിക്കൊണ്ട് വരുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് അടുത്ത സീസൺ മികച്ച രീതിയിൽ എത്തിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് മാക്സിമം മഴയും കാര്യങ്ങളും ഒക്കെ
ഒഴിവാക്കി. ജൂൺ ജൂലൈയിലൊക്കെ മഴയായിരിക്കും എങ്കിൽ പോലും ഈ ഒരു സീസൺ കുറച്ചുകൂടെ നേരത്തെ എത്തിച്ചാൽ മാത്രമേ നമുക്ക് വരുന്ന സീസണെങ്കിലും മികച്ച രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ. എനിവേസ് ഇതിൻ്റെ ഇപ്പോൾ നിലവിൽ കൺഫർമേഷൻസ് ഒന്നും വന്നിട്ടില്ല. അതുപോലെ തന്നെ കണ്ടസ്റ്റൻസിൻ്റെ ഓഡീഷൻസോ കാര്യങ്ങളോ ഒക്കെ നടക്കുന്നുണ്ടോ എന്നതിനെ പറ്റി ഒന്നും ഒരു അറിവുമില്ല. ഈ പറയുന്ന ഏപ്രിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അടുത്ത മാസങ്ങളിലൊക്കെ ആയിട്ട് നമുക്ക് ഇൻഫർമേഷൻസ് കിട്ടും. അല്ലെന്നുണ്ടെങ്കിൽ പല രീതിയിൽ നമുക്ക് അറിയാൻ സാധിക്കും ഓഡീഷൻസ് നടക്കുന്നു, അതുപോലെ തന്നെ പല കണ്ടസ്റ്റൻസിനെ വിളിച്ചു എന്നൊക്കെയുള്ള പ്രഡിക്ഷൻ ലിസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇട്ട് തുടങ്ങാൻ സാധിക്കും. ബട്ട് ഇതുവരെയും അതേപ്പറ്റിയുള്ള ഇൻഫർമേഷൻസോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല. നമുക്ക് വരുന്ന മാസം കൂടെ നോക്കാം. നേരത്തെ നടക്കാനുള്ള സാധ്യതകൾ ഉണ്ടെങ്കിൽ വരുന്ന മാസത്തോടു കൂടി തന്നെ നമുക്ക് കൺഫർമേഷൻസും കാര്യങ്ങളും ഒക്കെ അറിഞ്ഞു തുടങ്ങും. അതുപോലെ തന്നെ ഒരു മാസം കൂടെ കഴിയുമ്പോഴത്തേനും ഈ പറയുന്ന ലോഗോ ലോഞ്ച് അല്ലെന്നുണ്ടെങ്കിൽ പ്രൊമോ വീഡിയോസും കാര്യങ്ങളും ഒക്കെ വന്നു തുടങ്ങും. കാരണം ഏപ്രിലാണെന്നുണ്ടെങ്കിൽ 2 മാസം മുന്നേ തന്നെ അതിൻ്റെ ഓരോ ലോഗോയും കാര്യങ്ങളും ഒക്കെ പുറത്തു വിട്ട് തുടങ്ങും. സോ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതുവരെ കേട്ടതൊക്കെ റൂമറുകൾ മാത്രമാണ്. നേരത്തെ നടക്കാനുള്ള സാധ്യതകൾ ഉണ്ടെന്ന് സോഷ്യൽ മീഡിയകളിൽ പലയിടത്തും കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പല രീതിയിലുള്ള സോഴ്സുകളിൽ നിന്ന് അറിയുന്നുണ്ട്. സാധ്യതകൾ അവർ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് നേരത്തെ എത്തിക്കാനും. മലയാളം ബിഗ് ബോസിനെ സംബന്ധിച്ച് ഏറ്റവും ബെനിഫിറ്റ് അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും കംഫോർട്ടബിളും ഏറ്റവും മെച്ചമുണ്ടാകാൻ പോകുന്നതും ഈ മാർച്ച് ഏപ്രിൽ മെയ് സമയങ്ങളിൽ ബിഗ് ബോസ് തുടങ്ങുന്നത് തന്നെയാണ്. ഒന്ന് സമയം, അതുപോലെ തന്നെ വെക്കേഷൻ ടൈമും കാര്യങ്ങളും, ഓഡിയൻസിൻ്റെ പുള്ളുണ്ടാകാനുള്ള സാധ്യതകൾ, അതുപോലെ തന്നെ തമിഴ് ബിഗ് ബോസുമായിട്ടുള്ള ക്ലാഷ് ഒഴിവാക്കാൻ സാധിക്കും. മഴയിൽ നിന്ന് മാറി നമുക്ക് മികച്ച ടാസ്കുകൾ പുറത്ത് തന്നെ കണ്ടക്ട് ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കും. അതുപോലെ ഓണവുമായി ബന്ധപ്പെട്ട് വരുന്ന പല പ്രോഗ്രാമുകളും ഈ ബിഗ് ബോസുമായി ആ ഒരു സമയത്തേക്ക് ബിഗ് ബോസ് കൊണ്ടുവന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല പ്രോഗ്രാമുകൾക്കും ഓഡിയൻസ് ഇല്ലാതെ വരികയും ഒക്കെ ചെയ്യും. സോ മൊത്തത്തിൽ പ്രോഫിറ്റ് വൈസ് ഒക്കെ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് മാർച്ച് ഏപ്രിൽ സമയങ്ങളിലേക്ക് ബിഗ് ബോസ് കൊണ്ടുവരുന്നത് തന്നെയാണ്. നമുക്ക് നോക്കാം, എന്താണെങ്കിലും നേരത്തെ തന്നെ വരട്ടെ. കാരണം കഴിഞ്ഞ ഒരു ബിഗ് ബോസ് മലയാളം സീസൺ 7 ഒരു അട്ടർ ഫ്ലോപ്പ് എന്ന് തന്നെ ഞാൻ പറയും. അതുപോലെ തന്നെ ഒരു വൻ പരാജയമായിട്ടുള്ള ഒരു സീസൺ. കുറച്ച് കണ്ടസ്റ്റൻസ് നല്ലതായിരുന്നു എന്നതല്ലാതെ ആ സീസണെ എല്ലാവരും മറന്നു തുടങ്ങിയെന്ന് തന്നെയാണ് എനിക്ക് പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ പോലും അത്ര വലിയ ചർച്ചയൊന്നുമില്ല. കുറച്ച് പേര് അവിടെ ഇവിടെയൊക്കെ കുറച്ച് പൊക്കി പിടിച്ചുകൊണ്ട് വരുന്നു എന്നതല്ലാതെ, അതിൻ്റെ കണ്ടസ്റ്റൻസ് ആണെങ്കിലും അവിടെ ഇവിടെയൊക്കെ നടക്കുന്നു എന്നതല്ലാതെ ആ ഒരു സീസണെ പറ്റി എന്തെങ്കിലും ഒരു ഹൈപ്പ് കൊടുത്ത് സംസാരിക്കാൻ പ്രേക്ഷകർക്ക് ആർക്കും ഇഷ്ടമുള്ളതായിട്ടോ അല്ലെങ്കിൽ പ്രേക്ഷകർ അധികം ആളുകളും സംസാര വിഷയമാക്കിയിട്ടുള്ള ഒരു സീസണാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയ്ക്കും അതമ്പതിച്ച് അല്ലെങ്കിൽ പ്രത്യേകിച്ചൊരു ഹൈപ്പുമില്ലാതെ എങ്ങനെയോ തുടങ്ങി എങ്ങനെയോ അവസാനിച്ചു ആ ഒരു രീതിയിൽ പോയ ഒരു സീസണാണ്. എനിവേസ് അതിൻ്റെ ആ ഒരു തോൽവിനെയൊക്കെ മായ്ക്കാൻ എല്ലാ സീസണുകളും കഴിയുമ്പോഴും സീസൺ 5 മുതൽ തുടങ്ങിയതാണ് മികച്ചൊരു സീസണിന് വേണ്ടിയുള്ള മലയാളം ബിഗ് ബോസ് പ്രേക്ഷകരുടെ കാത്തിരിപ്പ്. അപ്പോൾ ഓരോ സീസൺ കഴിയുമ്പോഴും അടുത്ത സീസൺ നന്നാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കും. പക്ഷേ അടുത്ത സീസൺ അതിലും അട്ടർ ഫ്ലോപ്പായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. സീസൺ 5 വന്നപ്പോൾ ഏറ്റവും മോശമായിട്ടുള്ള ഒരു സീസൺ എന്ന് കരുതിയിരുന്നു. 6 വന്നപ്പോൾ അത് 6 ആയി, 7 വന്നപ്പോൾ അതിപ്പോൾ 7 ആയിരിക്കുന്നു. സോ സീസൺ 8 വേണ്ടിയും എല്ലാ വർഷങ്ങളിലെയും പോലെ തന്നെ ബിഗ് ബോസ് മലയാളത്തിൻ്റെ പ്രേക്ഷകർ ഇങ്ങനെ കാത്തിരിക്കുകയാണ് മികച്ചൊരു സീസണിന് വേണ്ടി. സോ ബിഗ് ബോസിൻ്റെ ടീം ഈ ഒരു സീസണിലെങ്കിലും മികച്ച കുറച്ച് കണ്ടസ്റ്റൻസിനെ കൊണ്ടുവരിക, അതുപോലെ തന്നെ മികച്ച രീതിയിലുള്ള ടാസ്കുകൾ കൊണ്ടുവന്ന് മികച്ച രീതിയിൽ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കാൻ നോക്കുക. എനിവേസ് തമിഴ് ബിഗ് ബോസ് സീസൺ 9 തീരാൻ പോവുകയാണ്. സോ അടുത്തത് ഇനി ബിഗ് ബോസ് മലയാളം സീസൺ 8 ഒരുക്കങ്ങളും കാര്യങ്ങളും ഒക്കെ ആകട്ടെ. എന്താണെങ്കിലും അതിൻ്റെ കൂടുതൽ അപ്ഡേറ്റും കാര്യങ്ങളും ഒക്കെ വരുന്നതിനനുസരിച്ച് നമ്മൾ എത്തിക്കുന്നതായിരിക്കും. പരാജയങ്ങളായിട്ടുള്ള സീസണുകളെയൊക്കെ നമുക്ക് മറക്കാം. അപ്പോൾ പുതിയ ഒരു സീസൺ വരട്ടെ, പുതിയ അടിപൊളിയായിട്ട് സീസണൊക്കെ വരട്ടെ എന്ന് നമുക്കും ആഗ്രഹിക്കാം. കാണുന്ന പ്രേക്ഷകർക്കൊക്കെ അതുമായി ചർച്ചകളിലും അതുപോലെ തന്നെ പ്രേക്ഷകരൊക്കെ ആഗ്രഹിക്കുന്നതും അത് തന്നെയാണല്ലോ. സോ നമുക്ക് നോക്കാം. കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.